ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. ഇന്ന് നമ്മൾ പോകുന്നത് യാംബു ഫ്ലവർ ഫെസ്റ്റിവൽ. അങ്ങനെ നമ്മൾ കറക്റ്റ് ഡെസ്റ്റിനേഷൻ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് യാംബുവിൻ്റെ ഫ്ലവർ ഷോയുടെ എൻട്രൻസ് ഏരിയ, കയറാൻ പോകുന്ന ഭാഗം കേട്ടോ. ഇവിടെ നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കണം കേട്ടോ. അത് നമ്മൾ പൈസ കൊടുത്തിട്ടല്ല, നമ്മൾ കാർഡ് വഴിയാണ് എടുക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ ക്യൂ നിന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിലോട്ട് പോകും കേട്ടോ. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് കൗണ്ടർ സ്പേസ് ഉള്ളത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് അതിൻ്റെ എൻട്രൻസ് വഴി അകത്തോട്ട് പോകാം കേട്ടോ. ആദ്യം തന്നെ ഒരു ജമന്തിയുടെ വിശാലമായ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ജമന്തിപ്പൂ. അതുപോലെ ഈ പൂവിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. വെള്ളപ്പൂ. ഈ വെള്ളയുടെ തന്നെ കളർ ചേഞ്ചുകൾ ഒരുപാട്. വീണ്ടും ജമന്തിപ്പൂ. പിന്നെ ഇതിൻ്റെയൊക്കെ പൂ ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ കാണാത്ത പൂക്കളൊക്കെ ഉണ്ട്. നമുക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ ഈ ജമന്തിപ്പൂ തന്നെയാണ്. ബാക്കിയെല്ലാം നമുക്കറിയാൻ പറ്റാത്തതാണ്. പിന്നെ ഈ വീഡിയോ ക്ലിപ്പൊക്കെ എന്നൊരു വാപ്പിയാണ് കേട്ടോ. മിസ്സിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വാപ്പിയാണ് കേട്ടോ. എനിക്കെടുക്കാൻ പറ്റിയില്ല, കാരണം കൊച്ച് നല്ല നിർബന്ധമായിരുന്നു. അറിയാമല്ലോ, കുഞ്ഞല്ലേ, ഭയങ്കര നിർബന്ധവും വാശിയാണ് കേട്ടോ. ഈ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ശരിക്കും നല്ലതാണ് കേട്ടോ. നല്ല ഫ്ലവർ ഷോ എന്ന് വെച്ചാൽ ഇതാണ് ഫ്ലവർ ഷോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ അറേഞ്ച് ചെയ്ത സെറ്റിങ്സ് ആയാലും എല്ലാം നല്ല ഭംഗിയുണ്ട്. അതുപോലെ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. വയലിൻ, അങ്ങനെ ഒരുപാട് ഫ്ലവർ ഷോയിന് മാജിക്, അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. നടക്കാൻ വയ്യാത്തവർക്ക് ബസ് അതിലൂടെ സൈഡിൽ കൂടെ വണ്ടികൾ, ബസ്സല്ല വേറൊരു തരം ഒരു വണ്ടിക്കകത്ത് കയറി അവിടെ ആ വണ്ടിക്കകത്തിരുന്ന് നമുക്ക് ഇത് കുറേ ദൂരം ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് ഫുള്ളിരുന്ന് കാണാം കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ള പല സെറ്റിങ്സും അവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഏതുതരം പൂക്കളാണെന്ന് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. കണ്ടില്ലേ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഇത് ഓരോ ലൈറ്റിങ്ങും. ഈ പൂവൊക്കെ നമ്മൾ നേരിട്ട് കാണണം. എന്നാലേ പറയുന്നതിനെക്കാട്ടി നേരിട്ട് കണ്ട് അത് നല്ല രീതിയിൽ അനുഭവിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എനിക്കുള്ള ബുദ്ധിമുട്ട്, ഈ കുട്ടികളായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സിംഗിളായിട്ട് പോവാമെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. എല്ലാം നല്ല രീതിയിൽ എൻജോയ്മെൻ്റ് ആക്കി നമുക്ക് പോവാം. ഒരുപാട് പേരങ്ങനെ പിക്കും കാര്യങ്ങളും എടുക്കുന്ന ഫ്ലവർ ഫെസ്റ്റിവലിന് എടുക്കുന്ന അവിടെ എടുക്കുന്നുണ്ട്. പിന്നെന്താ, ഒരുപാട് കുട്ടികൾ കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളതിലൊന്നും കയറിയില്ല, നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് പോയി എല്ലാം ഒന്ന് കണ്ടു. روحي ولاني كنعيش في بلادنا بغاني كنواصي مني بغاني كنشوف بنادم اناني كنسمح لي بنادم اذاني كنسمح في حقوقي لا جاوني كنقول العفو يا ما بنادم مسموم
കണ്ടിട്ടിന് വന്നപ്പോൾ അലാവുദ്ദീൻ അത്ഭുത വിളക്ക് പോലത്തെ ഒരു വിളക്കിനകത്ത് തൊടുമ്പോൾ ഒരു ഭൂതം വരത്തില്ല, അതുപോലെ ഒരു പെൺകുട്ടി ഒരു ഡാൻസ് കളിക്കുന്ന കേട്ടോ വിളക്കിനകത്ത് വെച്ച്. വിളക്കിനകത്ത് നിന്ന് വരുന്നതായിട്ട് ഇങ്ങനെയുള്ള ഡാൻസൊക്കെ കാണാൻ തന്നെ നല്ല കൗതുകമായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ യാമ്പു ബോട്ടിങ്ങിലോട്ട് പോയി കേട്ടോ. അതിനകത്ത് ഇൻക്ലൂഡ് ആക്കുന്നില്ല, കാരണം ഇത് തന്നെ നല്ല ലോങ് വീഡിയോ ആയി കേട്ടോ. അപ്പം ദെൻ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.